വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് ചേമ്പപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഇതിന് മുമ്പ് ഒരു ചേമ്പപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ സ്റ്റൈലിലുള്ള ചേമ്പപ്പം. അത് മുട്ട ചേർത്തിട്ടുള്ള ചേമ്പപ്പമായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് മുട്ട ചേർക്കാത്ത ചേമ്പപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചു തരുന്നുണ്ടായിരുന്നു. ഇത് മുട്ട ചേർക്കാണ്ട് മുട്ടയ്ക്ക് പകരം സോഡാപ്പൊടി ചേർത്തിട്ടുള്ളൊരു ചേമ്പപ്പമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദപ്പൊടി. മൈദ മാത്രമായിട്ട് ചെയ്യാട്ടത്, പക്ഷെ ഞാൻ അരിപ്പൊടിയും മൈദയും കൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് എടുക്കുന്ന അരിപ്പൊടി വറുത്തതാണോ വറുക്കാത്തതാണോ, വറുക്കാത്തതിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാനിതുവരെ ആയിട്ടും ചേമ്പപ്പം വറുത്ത അരിപ്പൊടി തന്നെയാണ് ചെയ്തിട്ടുള്ളൂ. വറുക്കാത്തതിൽ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല. കാരണം ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ വറുത്ത അരിപ്പൊടി തന്നെയാണ് ഈ പത്തിരി, പുട്ട്, ഇടിയപ്പം ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ പൊടി തന്നെയാണ് നമ്മൾ ഈ ഒരു ചേമ്പപ്പത്തിന് എടുക്കുന്നത്. പിന്നെ ഇതിൽ മുട്ടയ്ക്ക് പകരം ചേർത്തിരിക്കുന്നത് സോഡാപ്പൊടി, ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടി ചേർക്കാണ്ട് ഉണ്ടാക്കാം, പക്ഷേ മൈദപ്പൊടി മാത്രമായിട്ട്, പക്ഷേ അത്രക്കങ്ങോട്ട് സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഈ ഒരു പൊടി വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാര, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഒരു 2 നുള്ള് ഉപ്പ്. ഇതിലേക്ക് കറക്റ്റ് 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അല്ല, കട്ടി തേങ്ങാപ്പാൽ. 1 കപ്പ് തേങ്ങയിൽ കറക്റ്റ് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഈ 1 കപ്പ് തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് നമുക്കിതിൽ വേണ്ട. ഈ 1 കപ്പ് പാലിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ മാറ്റുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ മാറ്റിയതാണിത്. ഇത്രയും പാൽ മതി. ആ 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഇതിൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ പരുവം ശരിയാവില്ല. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സോഡാപ്പൊടി. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. മുട്ടയ്ക്ക് പകരമായിട്ട് ചേർക്കുന്നതാണ് ഈ സോഡാപ്പൊടി. സോഡാപ്പൊടി ചേർക്കുമ്പോൾ നന്നായിട്ട് ആ മുട്ട ചേർത്തുണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പൊന്തി വരെയും നല്ല സോഫ്റ്റും ഉണ്ട്. ചേർക്കാണ്ടും ഉണ്ടാക്കാം, പക്ഷെ അത്രക്കാണ്ട് സോഫ്റ്റും നന്നായിട്ട് പൊന്തി വരെയില്ല. അപ്പോൾ 2 നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ചേമ്പപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തേക്കണം. ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ചേമ്പപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മാവ് ഇടുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് തീയൊന്ന് കുറച്ചിടണം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ കൈ കുറച്ച് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ ചേമ്പപ്പത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന രീതി ഇതേപോലെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതേപോലെ എടുക്കാം. ഉണ്ടാക്കാം. ഇതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ കളറാവാൻ നിൽക്കണ്ട.
ഈ ഒരു പരുവ നമുക്ക് ഇതിൽ നിന്നെടുക്കാം. അടുത്തതും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ചേർക്കാത്ത ചേമ്പപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.